എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം ഈ ഒരു 2 വീഡിയോ നിങ്ങളൊന്ന് കാണുക. ചെറിയ വീഡിയോ ആണ്, 2 വീഡിയോ ഒന്ന് കാണുക. അതിനുശേഷം ഇതിനെക്കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ്. ഇപ്പോൾ ബൈബിൾ യഥാർത്ഥത്തിൽ അങ്ങേയറ്റത്തെ സാഹിത്യഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്. എൻ്റെ ജീവിതത്തിലെ നല്ലൊരു കാലം ബൈബിൾ വായന എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ബൈബിളിലെ പല ഭാഗങ്ങളും എനിക്ക് ഹൃദയസ്ഥവുമാണ്. ഇപ്പോൾ എബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരങ്ങളെയും ജനിപ്പിച്ചു, യഹൂദ താമരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു, പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു. അങ്ങനെ പറഞ്ഞ് എനിക്ക് അതെൻ്റെ ഒരു ജീവിതചര്യയുടെ ഭാഗമായിരുന്നു ഒരു കാലം. അപ്പോൾ അതിൻ്റെ സാഹിത്യ ഭംഗിയും അതിൻ്റെ ധ്വന്യാത്മകമായ പ്രയോഗങ്ങളുമെല്ലാം നമുക്ക് വളരെ പഠനാർഹമാണ്. സത്യത്തിൽ മത്തായിയുടെ സുവിശേഷം തന്നെ 23-ാം അധ്യായം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, അതിലൊരു പരാമർശമുണ്ട്. കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുൻപ് കുരുടനായ പരീശനെ നീ അതിൻ്റെ അകം വെടിപ്പാക്കും എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇത് കേട്ട ഉടനെ ഇത് കിണ്ടിയെയും കിണ്ണത്തെയും കുറിച്ച് പറഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടിയിട്ട് കിണ്ടിയും കിണ്ണവും എടുത്തുകൊണ്ട് വരുന്ന മാനസികാവസ്ഥയിൽ നിങ്ങൾ ബൈബിൾ വായിക്കരുത്. ഹമാസ് ഭീകര സംഘടനയാണോ എന്നാണ് ആ ചോദ്യമല്ല ഇപ്പോ പ്രസക്തം. ഇസ്രായേൽ നീതി പാലിക്കുക എന്നതാണ്. പാലസ്തീന്റെ അപഹരിച്ചെടുത്ത മണ്ണ് വിട്ടുകൊടുക്കുക എന്നതാണ്. അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗത്തിന്റെ നാവായി, സത്യത്തിന്റെ കാവലാളുകളായി നിലയുറപ്പിക്കാനുള്ള ആർജവമാണ് ഓരോ മാധ്യമ പ്രവർത്തകരും പ്രകടിപ്പിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളാണ്. യഥാർത്ഥ സംഭവങ്ങളെ മൂടിവെക്കാനും തെറ്റായ പ്രതീതികൾ സൃഷ്ടിക്കാനും ആസൂത്രിതമായും അല്ലാതെയും നിരന്തരമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഒത്തുകൂടുന്നത്. ലോകത്തിലിപ്പോ ഹമാസിന്റെ ജാതകം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ ആളുകൾ. ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് പ്രത്യേകമായ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സന്ദർഭമല്ലിത്. ഹമാസ് ഭീകര സംഘടനയാണോ എന്നാണ് ആ ചോദ്യമല്ല ഇപ്പോ പ്രസക്തം. ആ തർക്കമല്ല പ്രസക്തം. ഇസ്രായേൽ നീതി പാലിക്കുക എന്നതാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പാലസ്തീന്റെ അപഹരിച്ചെടുത്ത മണ്ണ് വിട്ടുകൊടുക്കുക എന്നതാണ്. 90% ഭൂമിയും നഷ്ടപ്പെട്ട ഒരു വിഭാഗം. ആ നഷ്ടപ്പെട്ട വിഭാഗം പലതരത്തിലും ചെറുത്തു നിൽക്കും, തിരിച്ചടിക്കും. ആ സമയത്ത് തിരിച്ചടിക്കുന്നവന്റെ ജാതകം എല്ലാവരും ഈ 2 വീഡിയോ, ഞാൻ നേരത്തെ പറഞ്ഞത് 2 വീഡിയോ കണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ വീഡിയോയിൽ കൂടി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും എതിർക്കുവാനല്ല, പകരം വിവിധ തുറകളിൽ വിവിധ മേഖലയിലായിരിക്കുന്ന, നമ്മുടെ നാട്ടിലെ വിവിധ മേഖലയിലും വിവിധ തുറകളിലുമായിരിക്കുന്ന വ്യക്തികൾ ബൈബിളിനെ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത്, ബൈബിളിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് തെളിയിക്കുകയാണ് എൻ്റെ ഈ വീഡിയോയിൽ കൂടി ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ ഒരു ചിന്ത. എം സ്വരാജ്, അതേപോലെ തന്നെ സതീശൻ, ഇവരൊക്കെ വിവിധ രാഷ്ട്രീയത്തിൽ വളരെയധികം പ്രസിദ്ധരാണ്. എന്നാൽ ഇവർ അടിക്കടി ഇവരുടെ പ്രസംഗ ശൈലിയിൽ ബൈബിൾ കഥാപാത്രങ്ങളെയും ബൈബിൾ ഉപമകളെയും സാഹിത്യങ്ങളെയും കോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് അവർക്ക് വളരെയധികം പുകഴ്ച നൽകി കൊടുക്കുന്ന ഒരു പ്രയോഗങ്ങളാണ്. അവർ ബൈബിൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് വളരെയധികം പ്രസിദ്ധി നൽകുന്നുണ്ട്. കാരണം അത് ബൈബിളിൻ്റെ ഒരു ശക്തി തന്നെയാണ്. ബൈബിൾ യഥാർത്ഥത്തിൽ മറ്റു പുസ്തകങ്ങൾ വായിക്കുന്ന പോലെ വായിക്കേണ്ട ഒരു പുസ്തകമല്ല ബൈബിൾ എന്ന് പറയുന്നത്. എം സ്വരാജിനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ അദ്ദേഹം വളരെയധികം വായനശീലമുള്ള മനുഷ്യനാണ്. ഏകദേശം 3000 ചില്ലുവാനും പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ തന്നെയുണ്ട്. ഒരു ലൈബ്രറിയിൽ പോലും ഇല്ലാത്ത പുസ്തകങ്ങൾ ഭവനത്തിലുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായനശീലയുടെ ആഴം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിരുന്നാലും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ചെറുപ്പം മുതൽ തന്നെ ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ബൈബിൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ വായിക്കേണ്ടത്, അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മാനുഷിക തലത്തിൽ നിന്നുകൊണ്ടല്ല ഒരു മനുഷ്യൻ ബൈബിളിനെ വിവർത്തനം ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഇത് വളരെയധികം സാഹിത്യമുള്ള ഭാഷയുള്ള പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്.
കിണ്ടിക്കിണ്ണങ്ങളുടെ പുറമെയല്ല നമ്മൾ നോക്കേണ്ടത്, അകമയാണ് നോക്കേണ്ടത്. ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ് നോക്കേണ്ടത്, പുറമെയുള്ള ആ മോടിയും ആ അഴകുമല്ല നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്ന ക്രിസ്തു പരീശന്മാരെ കുറിച്ച് പറയുന്ന ഉപമകളൊക്കെ എടുത്ത് അദ്ദേഹം ഉദ്ധരിക്കാറുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം സ്ഥിരം ഉദ്ധരിക്കുന്നൊരു വാക്കാണ് മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കരുത്. അതായത് അർഹതയുള്ള കാര്യം അർഹതയില്ലാത്തവരുടെ മുമ്പിൽ കൊടുക്കരുത് എന്ന് പറയുന്ന ആ ഒരു അർത്ഥവും. അത് പലപ്പോഴും ഈ രാജ്യസഭയിലൊക്കെ പലപ്പോഴും മറ്റ് എതിർ പാർട്ടികൾക്ക് പ്രശ്നം സൃഷ്ടിച്ച വാക്കുകളാണ്. പന്നികൾ എന്നൊക്കെ പറയുമ്പോൾ അത് വളരെയധികം. അതേപോലെ തന്നെ കുറുക്കനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൻ്റെതായ സാഹചര്യത്തിൽ ഉദാഹരണത്തിന് വെച്ചിരിക്കുന്ന വാക്കുകൾ മാത്രമാണ് എന്നതുകൊണ്ട് അത് പന്നിയോ അത് കുറുക്കണോ അങ്ങനെയൊന്നും ആകുന്നില്ല. ഇതൊക്കെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കിയൊരു വ്യക്തി തന്നെയാണ് സ്വരാജ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ ബൈബിൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ആത്മീയ തലത്തിലേക്ക് സഞ്ചരിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. ഞാൻ ഈ വീഡിയോ വലിയതായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പകരം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസംഗത്തിൽ ഞാൻ കേട്ടു, എന്താണ് ദൈവമെന്ന് പറയുന്ന കാര്യമേ ഇല്ല, ദൈവമെല്ലാം പാഴാണെന്ന് പറയുന്ന ഒരു പ്രസംഗ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയായിരുന്നെങ്കിൽ ഓക്കിയും അതേപോലെ തന്നെ ഈ ദുരന്തവും ഈ വെള്ളപ്പൊക്കവും ഈ കൊടുങ്കാറ്റും ഒന്നും ഈ ലോകത്തിൽ ഉണ്ടാകത്തില്ലായിരുന്നു. ഇതൊക്കെ ഉണ്ടായതുകൊണ്ടല്ല മനുഷ്യൻ നശിക്കുന്നത്, മനുഷ്യൻ മരിക്കുന്നത്. ഇതൊക്കെ കണ്ടു നിൽക്കുന്നൊരു ദൈവത്തെയാണോ ദൈവമെന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ അലമുറയിട്ട് കരയുന്നത്, പിന്തുടരുന്നത് എന്നൊരു ചോദ്യമൊക്കെ അദ്ദേഹം ചില പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ വ്യക്തമാണ് ദൈവം എന്തിനാണ് ഇതൊക്കെ കൊടുക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ എത്രത്തോളം പാപം ചെയ്യുന്നു, ആ പാപത്തിൻ്റെ അവസാനം എത്തുന്നത് മരണത്തിലേക്കാണ്. ഒരു മനുഷ്യൻ്റെ ഒരു ഭവനത്തിൽ നമുക്കൊന്ന് ഉദാഹരണത്തിന് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു വീട്ടിൽ വളരെയധികം സമാധാനം ഉള്ളൊരു ഭവനമാണെങ്കിൽ അവിടെ അടിപിടിയില്ല, വഴക്കില്ല, അവിടെ ഒച്ചപ്പാടില്ല, കൊലപാതകങ്ങളില്ല, അടിപിടിയില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവിടെ പാപം കടന്നു വന്നാൽ, അതായത് തെറ്റുകൾ കടന്നു വന്നാൽ, സ്വരച്ചേർച്ച ഇല്ലായ്മ കടന്നു വന്നാൽ, അവിടെ മദ്യപാനം കടന്നു വന്നാൽ, അവിടെ അവസാനം എത്തുന്നത് എങ്ങോട്ടായിരിക്കും? തീർച്ചയായും അവിടെ വലിയൊരു ദുരന്തത്തിലേക്കെത്തും. ഇതുപോലെ തന്നെയാണ് മനുഷ്യവർഗത്തിൻ്റെയും അവസ്ഥ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുരന്തം വരുന്നതിൻ്റെ കാരണം മനുഷ്യൻ തന്നെയാണ്. നമുക്കറിയാം, ഒരു വീട്ടിലെ 6 പേരെ കൊന്ന ഒരു വ്യക്തി തിരുവനന്തപുരത്ത്. അവൻ്റെ വീട്ടിൽ യഥാർത്ഥത്തിൽ സമാധാനമില്ലായ്മ വന്നതുകൊണ്ടാണ് അവൻ അങ്ങനെ മാറിയത്. ഏത് വീട്ടിൽ കൊലപാതകങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന വീട്ടിൽ നാം അതിൻ്റെ അടിത്തറ പരിശോധിക്കുമ്പോൾ അടിത്തറയുടെ കാരണമെന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. എന്തെങ്കിലും പ്രശ്നം ആ കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴാണ്, സ്വരച്ചേർച്ച ഇല്ലാതിരിക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെ മനുഷ്യരുടെ പാപങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് മനുഷ്യന് ദൈവം ആരെന്ന്, ദൈവം ഒരാൾ, നീതിയുള്ള ദൈവമുണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് ചില ദുരന്തങ്ങൾ ദൈവം കൊണ്ടുവരുന്നത്. അപ്പോഴാണ് മനുഷ്യർ ദൈവത്തെ ഓർക്കുന്നത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പല സിസ്റ്റമാറ്റിക് തന്നെ ദൈവം ബൈബിളിൽ മനുഷ്യരുടെ ബന്ധത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം മനുഷ്യരുടെ ബന്ധത്തിൽ ദൈവം നൽകുന്നുണ്ട്. ഇനിയും മനുഷ്യൻ്റെ സ്നേഹം വർദ്ധിക്കുവാൻ വേണ്ടി മനുഷ്യന് ദൈവം പല കഷ്ടതയിൽ കൂടി കടത്തുന്നുണ്ട്. നമുക്കറിയാം, കഷ്ടതയിൽ കൂടി കടന്നാൽ മാത്രമേ ഒരു മനുഷ്യൻ എന്താണ് സ്നേഹമെന്നും ആരാണ് എന്നെ സഹായിക്കാൻ വരുന്നതെന്നും ആരാണ് യഥാർത്ഥ സ്നേഹവാനെന്നൊക്കെ തിരിച്ചറിയുന്നത് ഒരു മനുഷ്യൻ കഷ്ടതയിൽ കൂടി കടക്കുമ്പോഴാണ്. ഇതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനും മാപ്പുമാണ്. ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. ഇനി രണ്ടാമത്തെ ആ വീഡിയോയിൽ കാണുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ 90% ഇടവും ഇസ്രായേൽ പിടിച്ചു വച്ചിരിക്കുക എന്നാണ് പറയുന്നത്. ഒരിക്കലും ബൈബിൾ പരമായിട്ട് അതിൻ്റെ അടിസ്ഥാനവും അതിൻ്റെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ പലസ്തീൻ എന്ന രാജ്യത്തിന് അവിടെ സ്ഥലമില്ല, എല്ലാം യഹൂദന്മാരുടെ സ്ഥലമായിരുന്നു. എന്നോ ഒരു സമയത്ത് ഈ യഹൂദന്മാരെ ഓടിച്ചു കളഞ്ഞ്
കൈയടക്കിയ സ്ഥലമായിരുന്നു ഇതൊക്കെ ബൈബിൾ പറയുന്ന കാര്യമാണ്. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാതെ പലരും അവരുടേതായ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ബൈബിൾ ഉപയോഗിക്കുന്നത്. അവരുടെ പ്രസംഗത്തിൻ്റെ ശൈലി കൂട്ടാനും പ്രസംഗത്തിൻ്റെ ഗാംഭീര്യം കൂട്ടുവാനുമാണ് പലരും ബൈബിൾ ഉപയോഗിക്കുന്നത്. എന്നാൽ യഥാർത്ഥ സത്യത്തിലേക്ക് കടക്കുമ്പോൾ ബൈബിളിനെ നിഷേധിക്കുന്ന തലത്തിലാണ് പല കാര്യങ്ങളും സംസാരിക്കപ്പെടുന്നത്. ഈ ഒരു ചോദ്യം തൻ്റെ പ്രസംഗത്തിൽ, അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിലില്ല, അദ്ദേഹം പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ലോകത്തിൽ നടക്കുമെന്നൊരു ചിന്താഗതി വരുമ്പോൾ ദൈവമാണ് ഈ ലോകം മുഴുവനും ഉണ്ടാക്കിയത്. ദൈവം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ ചിന്തയും, മനുഷ്യന് പാപത്തെക്കുറിച്ചുള്ള ചിന്തയും മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയും ഒക്കെ വരുമ്പോൾ മാത്രമേ മനുഷ്യനാകുകയുള്ളൂ. ദൈവത്തെ മറന്നു കഴിഞ്ഞാൽ, ദുരന്തമില്ലെങ്കിൽ, അവനെ 24 മണിക്കൂറും സുഖമാണെങ്കിൽ അവൻ ഒരിക്കലും ദൈവത്തെ ഓർക്കത്തില്ല, മനുഷ്യനെ ഓർക്കത്തില്ല. അവൻ ഏറ്റവും മൃഗതുല്യമായൊരു ജീവിതം നയിക്കുന്നവനായി തീരും. എല്ലാം വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി മാത്രമായിരിക്കും അവൻ്റെ മനസ്സ് മുഴുവനും ചലിക്കപ്പെടുന്നത്. അതുകൊണ്ട് ചില നിയന്ത്രണം വരുത്തുവാൻ ദൈവം ചില ദുരന്തങ്ങൾ ഈ ലോകത്ത് കൊണ്ടുവരാറുണ്ട്. അതിൽ ഒരു 5-6 പോയിൻ്റുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇപ്പോൾ തന്നെ അതിൻ്റെ വീഡിയോയുടെ ദൈർഘ്യം കൂടിയിരിക്കുക. എന്തെങ്കിലും ഇതിൻ്റെ തെളിവുകൾ, ബൈബിളുമായി ഉള്ള തെളിവുകൾ, എന്തുകൊണ്ടാണ് ദുരന്തങ്ങളും എന്താണ് പ്രശ്നങ്ങളും ഈ ലോകത്ത് അടിക്കടി വരുന്നതിൻ്റെ കാരണമെന്തെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന തെളിവുകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനൊരു വാട്സപ്പ് നമ്പർ തരാം. അതിൽ നിങ്ങളുടെ സംശയം ചോദിക്കുക. ഞാൻ അതിനുള്ള തെളിവുകൾ നിങ്ങൾക്ക് മാറ്ററായിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ബൈബിൾ റെഫറൻസ് വെച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇതിൽ നിന്ന് നിർത്തുകയാണ്. അതുകൊണ്ട് ബൈബിളിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം മനസ്സിലാക്കിയായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും. അല്ലെങ്കിൽ പലപ്പോഴും പല വേദികളിൽ പല അഭിപ്രായങ്ങളുള്ള വ്യക്തിയായി ബൈബിളിനെ നമ്മളെന്ത് ചെയ്യും, വിവരിക്കാൻ തുടങ്ങും. ഇങ്ങനെയാണ് രാഷ്ട്രീയക്കാരുടേതായ വിവർത്തനങ്ങളും അവരുടേതായ ശൈലിയുമൊക്കെ പോകുന്നത്. ഈ വീഡിയോ കിട്ടിയിരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്.